വോട്ട് കൊള്ളക്കെതിരെ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി 300-ലേറെ എംപിമാരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും മാർച്ചിൽ പങ്കെടുത്തു. എംപിമാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മല്ലികാർജ്ജുൻ ഖർഗെയെയും ശരത് പവാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ശക്തി തെളിയിക്കുന്ന ഒന്നിച്ചുള്ള പോരാട്ടമാണ് രാജ്യം കണ്ടത്. 11 മണിയോടെ പാർലമെന്റിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഗതാഗത ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ ബാരിക്കേഡ് ചാടിക്കടന്നതോടെ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് എംപിമാരെ അറസ്റ്റ് ചെയ്തു നീക്കി. പോരാട്ടം രാഷ്ട്രീയമല്ലെന്നും ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി. क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. മുഴുവൻ എംപിമാരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. वोट की डकैती नहीं चलेगी, नहीं चलेगी. वोट की डकैती नहीं चलेगी, नहीं चलेगी. चोरी नहीं चलेगी. ഡൽഹി തെരഞ്ഞെടുപ്പോടെ സഖ്യത്തിൽ നിന്നും അകന്ന ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിൽ പങ്കുചേർന്നു. ഇതൊരു തുടക്കം മാത്രമാണെന്നും ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പോരാട്ടവുമായി മുൻപോട്ട് പോകുമെന്നാണ് ഇന്ത്യ മുന്നണി വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഹരി മുണ്ടൂരിനും അതുൽ ചന്ദ്രനുമൊപ്പം സജു തോമസ്, മീഡിയ 1.